ഹിജാബ് ധരിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾ പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട. ഹിജാബ് ധരിക്കുന്നു എന്ന പേരിൽ നിങ്ങളുടെ പഠനം അവസാനിപ്പിക്കേണ്ടി വന്നു എങ്കിൽ നിങ്ങൾക്ക് ആശ്രയമായി കർണാടക കോളേജ് തുടങ്ങും. ഹിജാബ് വിട്ടൊരു കളിയില്ല കർണാടകയ്ക്ക്. ഹിജാബ് ധരിക്കണമെന്ന് നിർബന്ധിച്ചാൽ പഠനം നിർത്തുക തന്നെ. എന്നാൽ ഇത്തരക്കാരെ പഠിപ്പിക്കാൻ കോളേജ് തുടങ്ങുകയാണ് കർണാടക. ഹിജാബ് നിരോധനത്തെ തുടർന്ന് പഠനം നിർത്തിയ മുസ്ലിം പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും വഖഫ് ബോർഡ് വക വനിതാ കോളേജുകൾ തുടങ്ങാനാണ് പദ്ധതി. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിനാണ് കോളേജുകളുടെ നടത്തിപ്പ്. ബംഗളൂരു, മൈസൂരു, ബാഗൽകോട്ട്, ചിത്രദുർഗ എന്നിവ ഉൾപ്പെടുന്ന ജില്ലകളിലാണ് തുടക്കമിടുക. 15 കോളേജുകൾക്ക് പ്രതീകാത്മകമായ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി തറക്കല്ലിട്ടു. സർക്കാർ ഈ പദ്ധതിക്കായി 47.76 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. സ്കൂൾ യൂണിഫോമിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർമാർ നിഷ്കർഷിച്ചതിനെ തുടർന്ന് ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരുപാട് മുസ്ലിം വിദ്യാർത്ഥിനികളെ ക്ലാസുകളിൽ നിന്ന് വിലക്കിയതാണ് കർണാടകയിൽ ഹിജാബ് വിവാദത്തിന് കാരണമായത്. മതസ്വാതന്ത്ര്യം ചൂണ്ടിക്കാട്ടി ഹിജാബ് ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് സ്ഥിതിഗതികൾ വഷളായതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതപരമായ വസ്ത്രധാരണം നിരോധിച്ചുകൊണ്ട് കർണാടക സർക്കാർ ഉത്തരവിറക്കി. കർണാടക ഹൈക്കോടതി ഈ നിരോധനത്തെ പിന്തുണച്ചു. ഹിജാബ് നിരോധനം കാരണം കുറഞ്ഞത് 1000 മുസ്ലിം പെൺകുട്ടികളെങ്കിലും പ്രീ യൂണിവേഴ്സിറ്റി കോളേജുകളിൽ നിന്ന് പിന്മാറി എന്നാണ് മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത്. കർണാടകത്തിലെ ക്യാമ്പസിൽ ഹിജാബ് നിരോധനം നടപ്പാക്കിയതോടെ മംഗളൂരു സർവകലാശാലയുടെ കോളേജുകളിൽ നിന്ന് 16% മുസ്ലിം വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് കോളേജുകൾ ഉപേക്ഷിച്ചതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബിരുദ വിദ്യാർത്ഥിനികൾ വ്യാപകമായി ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി വിട്ടുപോയിട്ടുണ്ട് എന്ന് വൈസ് ചാൻസലർ അറിയിച്ചിരുന്നു. ദക്ഷിണ കന്നഡ, ഉടുപ്പി ജില്ലകളിലെ കോളേജുകളിൽ നിന്ന് 2020-22 അധ്യയന വർഷത്തിൽ പ്രവേശനം നേടിയ 900 വിദ്യാർത്ഥികളിൽ 145 പേർ വിട്ടുപോയി. സർക്കാർ കോളേജുകളിൽ നിന്നാണ് കൂടുതൽ വിദ്യാർത്ഥിനികൾ പോയത്. ഇവർ സ്വകാര്യ കോളേജുകളിൽ പ്രവേശനം തേടി നിരോധനത്തിന് ശേഷം ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനികളെ കോളേജുകൾ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഉടുപ്പിയിലെ സർക്കാർ PU കോളേജിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനികളെ പ്രിൻസിപ്പൽ പുറത്താക്കിയതോടെയാണ് വിവാദം ആരംഭിച്ചത്. സംഘപരിവാറുകാർ കാവിഷോളും തലപ്പാവും ധരിച്ചെത്തി പലയിടത്തും പ്രതികരിച്ചിരുന്നു. ഇതിന് പിന്നാലെ കോളേജുകളിൽ ഹിജാബ് നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. അത് ശരിവെച്ചുകൊണ്ട് കർണാടക ഹൈക്കോടതി യൂണിഫോം നിർബന്ധമുള്ള ക്യാമ്പസുകളിൽ മതചിഹ്നങ്ങൾ നിരോധിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ അത്തരത്തിൽ പ്രയാസം അനുഭവിച്ച വേദനിച്ച ആൾക്കാർക്ക് വീണ്ടും ഒരു പഠനത്തിനുള്ള അവസരം ഒരുക്കുകയാണ് കർണാടക സർക്കാർ. 2021 ഡിസംബറിൽ ഒരു അധ്യയന വർഷത്തിന്റെ മധ്യത്തിൽ ഉടുപ്പിലെ സർക്കാർ നേതൃത്വത്തിലുള്ള വനിതാ പ്രീ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് 6 മുസ്ലിം പെൺകുട്ടികളെ വിലക്കിയിരുന്നു. ഹിജാബ് ധരിച്ച് സ്കൂൾ പരിസരത്ത് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് അറിയിച്ചപ്പോൾ പകർച്ചവ്യാധിയെ തുടർന്ന് വിദ്യാർത്ഥികൾ ഫിസിക്കൽ ക്ലാസ് റൂമിലേക്ക് മടങ്ങുകയായിരുന്നു. 2022 ജനുവരി 1 കോളേജ് വികസന സമിതിയുടെ ചെയർമാൻ സർക്കാർ ഗ്രാന്റുകൾ ശരിയായി വിനിയോഗിക്കാനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചട്ടങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും ഉണ്ടാക്കാനും ഉള്ള കമ്മിറ്റി ഹിജാബ് ധരിക്കുന്ന വിദ്യാർത്ഥികളെ അനുവദിക്കില്ല എന്ന പ്രമേയം പാസാക്കുകയും ചെയ്തു. കോളേജ് പരിസരത്ത് പ്രവേശിക്കാൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഏകരൂപം ഉറപ്പാക്കാനാണ് യൂണിവേഴ്സിറ്റി പരിസരത്ത് ഹിജാബ് നിരോധിച്ചത് എന്ന് ഭരണകൂടം അവകാശപ്പെടുകയും ചെയ്തു. കർണാടക ഹൈക്കോടതിയുടെ 3-അംഗ ബെഞ്ച് കേസെടുത്തപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് വിദ്യാർത്ഥികളുടെ കരിയറിന് ഹാനികരമാണ് എന്ന വസ്തുത കണക്കിലെടുത്ത് അന്തിമ ഉത്തരവ് വരുന്നതുവരെ മതപരമായ വസ്ത്രം ധരിക്കുന്നത് നിരോധിച്ചുകൊണ്ട് ഇടക്കാല ഉത്തരവും പുറപ്പെടുവിച്ചു. എന്തായാലും ഇപ്പോഴത്തെ കർണാടക സർക്കാർ ഇങ്ങനെ പഠിക്കാൻ സാധിക്കാത്ത കുട്ടികൾക്കൊരു ആശ്രയം എന്നാണ്. അല്ലെങ്കിൽ ഇനി ഭാവിയിൽ ഹിജാബിന്റെ പേരിൽ ഒരു പ്രശ്നമുണ്ടായാൽ പഠനം അവസാനിപ്പിച്ച് ആരും വീട്ടിൽ നിൽക്കേണ്ട, അവർക്കായി പ്രത്യേക കോളേജുകൾ തന്നെ നിർമ്മിക്കും എന്നുള്ള ഒരു പദ്ധതിയുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.